പ്രിയ സഹോദരങ്ങളെ, നാം എല്ലായ്പ്പോഴും ജീവിതത്തിലെ ആശങ്കകളിലും സമ്മർദ്ദങ്ങളിലും ചുറ്റിപ്പറ്റപ്പെടുന്നു. ഭയം, ദുഃഖം, അനിശ്ചിതത്വം എല്ലാം നമ്മുടെ മനസ്സിനെ ചുരുക്കിവെക്കുന്നു. എന്നാൽ ഫിലിപ്പിയർ 4:7 നമ്മോട് പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതു, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോടു അറിയിക്കത്രേ വേണ്ടതു. എന്നാൽ സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഇവിടെ വാഗ്ദാനം വല്ലാതെ ശക്തമാണ്. നാം എല്ലായ്പ്പോഴും ദൈവത്തോട് നമ്മുടെ ഹൃദയങ്ങളിൽ ഉള്ള മുഴുവൻ വിഷമങ്ങളും ഭയങ്ങളും തുറന്നു പറയുമ്പോൾ ദൈവം നമ്മെ സമാധാനത്തോടെ കാക്കുന്നു. എന്തിനാണ് ഈ സമാധാനം അത്യന്തം വ്യത്യസ്തം? ലോകം നമ്മെ ശാന്തിയുണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു, പക്ഷേ അത് താൽക്കാലികം. ദൈവത്തിന്റെ സമാധാനം എല്ലാ സാഹചര്യത്തിലും പ്രതിസന്ധികളിൽ പോലും നിലനിൽക്കും. ഇതിൽ പാഠം എന്താണെന്നു നിങ്ങൾക്ക് പറയാം. ഭയം നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും പിടിച്ചിടാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ആശങ്കകളെ ദൈവത്തിന്റെ മുന്നിൽ വിട്ടുകൊടുക്കുക. പ്രാർത്ഥനയും നന്ദിയും കൊണ്ട് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവനോട് പങ്കുവെക്കൂ. അപ്പോൾ ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ആശ്വാസത്തോടെ കാക്കും. നിങ്ങൾക്ക് ധൈര്യം, വിശ്വാസം, പ്രതിസന്ധികളെ മറികടക്കാനുള്ള ശക്തി ലഭിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഒരു തീരുമാനം എടുക്കൂ. ഭയം ഞങ്ങൾക്കായി അല്ല, ദൈവത്തിന്റെ സമാധാനമാണ് ഞങ്ങളുടെ കൈവശം. നിങ്ങളുടെ മനസ്സും ഹൃദയവും ദൈവത്തിന്റെ കരുത്തിൽ വിശ്വാസത്തോടെ ഉറപ്പിക്കൂ. എന്നാൽ ജീവിതത്തിലെ ഏത് കൊടുങ്കാറ്റത്തിലും ആശങ്കകളിലും നാം സമാധാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നേറാം. ആമേൻ.